നമസ്കാരം. ഈ മണിക്കൂറിൽ പുതിയതും പ്രധാനപ്പെട്ടതുമായ ചില നിർണായക വാർത്തകൾ നോക്കാം പ്രൈം ടൈം അപ്ഡേറ്റ്സിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. IFFK വേദിയിൽ പോറ്റിയെ കേറ്റിയെ പാടി ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം. ഗ്ലോബൽ മലയാളി ഫെസ്റ്റിന് വേദിയൊരുങ്ങുന്നൊപ്പം ബൃഹത്തായ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം. വിനോദസഞ്ചാരിയായ വയോധികയ്ക്ക് നേരെ പോലീസിന്റെ അസഭ്യവർഷം. തൃപ്പൂണിത്തുറയിലാണ് സംഭവം. VC നിയമനം എല്ലാം തീരുമാനിച്ചത് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്. CPM-ൽ എതിർസ്വരം. ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ ചരിത്രം. എത്യോപ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിൽ പോറ്റിയെ കേറ്റി എന്ന വിവാദ ഗാനം പാടി ചാണ്ടി ഉമ്മൻ MLA പ്രതിഷേധിച്ചു. സർക്കാർ വിമർശകർക്കെതിരെയും പാട്ടുണ്ടാക്കുന്നവർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നതിനെ പരിഹാസത്തിലൂടെയാണ് അദ്ദേഹം വിമർശിച്ചത്. സ്വർണം ചെമ്പായി മാറ്റിയേ, അത് മതി, അത്ര കേട്ടാൽ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേരിൽ കേസെടുക്കാതെ കേസെടുത്തോട്ടെ. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അടിസ്ഥാനത്തിൽ വളരെ വൈറലാവുകയും ഒപ്പം നിരവധി വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു പാട്ടാണ് പോറ്റിയെ കേറ്റിയെ, സ്വർണം ചെമ്പായി മാറ്റിയേ എന്നത്. നിലവിൽ ഇതിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ അഭിപ്രായം. നിലവിൽ ഇതിനെതിരെ കേസെടുത്ത് ചെയ്ത തെറ്റുകൾ മായ്ച്ചു കളയാൻ ശ്രമിക്കേണ്ട എന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടികൾ വരെ ആലപിക്കുന്ന ഈ പാരഡിയിൽ എല്ലാവർക്കുമെതിരെ കേസെടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ തികയാതെ വരുമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒന്നിപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ അരങ്ങേറുന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിന് വേദിയൊരുങ്ങുന്നു. ജനുവരി 1-2 തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടക്കുന്ന ഈ ബൃഹത്തായ സംഗമത്തിൽ കേരളത്തിന്റെ IT മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന വയനാട് AI ആൻഡ് ഡാറ്റാ സെന്റർ പാർക്ക് പദ്ധതിയുടെ പ്രഖ്യാപനവും നടക്കും. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ജനുവരി 1 വൈകുന്നേരം പ്രതിനിധികളുടെ ഒത്തുചേരലോടെയും പുതുവത്സര ആഘോഷങ്ങളോടെയുമാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്. 2-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്ലോബൽ മലയാളി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള പ്രമുഖ വ്യവസായ പ്രമുഖരും സംരംഭകരും ചർച്ചകളിൽ പങ്കാളികളാകും. ഈ ഫെസ്റ്റിവലിന്റെ ഏറ്റവും പ്രധാന ആകർഷണം ദക്ഷിണ വയനാട്ടിൽ കൽപ്പറ്റയ്ക്കും നിലമ്പൂരിനുമിടയിലായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വയനാട് AI ആൻഡ് ഡാറ്റാ സെന്റർ പാർക്കിന്റെ പ്രഖ്യാപനമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തെ ഇന്ത്യയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നു. ഇതിനോടൊപ്പം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 16 പ്രമുഖർക്ക് ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന ഗാല ഡിന്നറോടെയും ഓർക്കസ്ട്രയോടെയുമാണ് ഫെസ്റ്റിവലിന് സമാപനമാകുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സന്ദർശിക്കുവാനെത്തിയ വയോധികയ്ക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസഭ്യവർഷവും ധാർഷ്ട്യവും. കോട്ടയം സ്നേഹക്കൂട്ടിലെ അന്തേവാസികളായ 125ഓളം അച്ഛനമ്മമാരാണ് ഉദ്യോഗസ്ഥന്റെ മാനുഷിക പരിഗണനയില്ലാത്ത പെരുമാറ്റം മൂലം മ്യൂസിയം കാണാനാവാതെ കണ്ണീരോടെ മടങ്ങിയത്. ഒരു ദിവസത്തെ വിനോദയാത്രയുടെ ഭാഗമായി ഏറെ പ്രതീക്ഷയോടെയാണ് സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർ ഹിൽ പാലസിലെത്തിയത്. വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമായിരുന്നു ഇത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വാഹനത്തിൽ ഇരിക്കട്ടെ എന്നും ബാക്കിയുള്ളവർ ടിക്കറ്റ് എടുത്ത് അകത്തു പ്രവേശിക്കാമെന്നും കരുതിയെങ്കിലും അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കടുംപിടുത്തം വില്ലനായി. വാഹനത്തിലുള്ള എല്ലാവരും ടിക്കറ്റ് എടുക്കണമെന്ന നിയമം പറഞ്ഞ് ഇദ്ദേഹം തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. തങ്ങൾ അനാഥാലയത്തിൽ നിന്നുള്ളവരാണെന്നും പരിഗണിക്കണമെന്നും അപേക്ഷിച്ചെങ്കിലും ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന ധാർഷ്ട്യമാണ് മറുപടിയായി ലഭിച്ചത്. യാത്രക്കാരുടെ പരാതി തുടർന്നതോടെ ഉദ്യോഗസ്ഥൻ നിയന്ത്രണം വിട്ട് അസഭ്യം പറയുകയായിരുന്നു. മുതിർന്ന പൗരന്മാരെ അങ്ങേയറ്റം മോശമായ വാക്കുകളാൽ അധിക്ഷേപിച്ച ഇദ്ദേഹം
പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ വെല്ലുവിളിക്കുകയും ചെയ്തു. ഒടുവിൽ മനസാക്ഷിയില്ലാത്ത ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തിൽ മനംതൊന്ന് മ്യൂസിയം കാണാതെ ആ അച്ഛനമ്മമാർ മടങ്ങി. വയോജന സൗഹൃദ കേരളമെന്ന് അഭിമാനിക്കുമ്പോഴും യൂണിഫോമിന്റെ ഹുങ്കിൽ സാധാരണക്കാരെയും വയോധികരെയും അധിക്ഷേപിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് സ്നേഹക്കൂട്ടിലെ പ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിലെത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-നുള്ളിൽ തന്നെ എതിർസ്വരം. VC നിയമന സമവായം ഗുണം ചെയ്യുന്നില്ലെന്ന് നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചു. എല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഒറ്റയ്ക്കാണെന്നും PM ശ്രീക്ക് സമാനമായ ആക്ഷേപം VC നിയമന സമവായത്തിലും ഉയരുമെന്നും നേതാക്കൾ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ VC നിയമനം സംബന്ധിച്ച ഫയലുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെടുന്നു എന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം. വകുപ്പ് മന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയോ കൃത്യമായി വിശ്വാസത്തിലെടുക്കാതെയാണ് പല നിർണായക തീരുമാനങ്ങളും പുറത്തുവരുന്നത്. ഈ രീതിയിലുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലും മുന്നണിയിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഗവർണറുമായി VC നിയമന കാര്യത്തിൽ സർക്കാർ വലിയ നിയമപോരാട്ടം നടത്തുന്നതിനിടെയാണ് ഭരണകക്ഷിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരമൊരു എതിർസ്വരം ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ സമീപനം പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേർന്നതല്ലെന്ന വികാരമാണ് ഒരു വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം CPM സംസ്ഥാന സമിതിയിലോ മറ്റ് ഉന്നത വേദികളിലോ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. പ്രതിരോധം, വികസനം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ്. പ്രതിരോധം, ഡിജിറ്റൽ നവീകരണം, വികസനം എന്നീ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കിയ ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക ഐക്യത്തിന്റെ മനോഹരമായ കാഴ്ചകൾക്കും ലോകം സാക്ഷ്യം വഹിച്ചു. AR റഹ്മാൻ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരം എന്ന ഗാനം എത്യോപ്യൻ മണ്ണിൽ മുഴങ്ങിയപ്പോൾ അത് രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വിളംബരമായി മാറി. വേദിയിൽ സംഗീതമൊരുക്കിയ കലാകാരന്മാരെ പ്രധാനമന്ത്രി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതോടെ സദസ്സ് മുഴുവൻ ആവേശത്തിൽ അലിചേർന്നു. ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനോടൊപ്പം നയതന്ത്രവും സംസ്കാരവും സമന്വയിച്ച ഈ സന്ദർശനം ഗ്ലോബൽ സൗത്തിന്റെ കരുത്തുറ്റ പ്രതീകമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കൊച്ചിൻ. ഇതുവരെയുള്ള പ്രൈം ടൈം അപ്ഡേറ്റ്സ് അവസാനിച്ചിരിക്കുന്നു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട മുഴുവൻ വാർത്താ വിശകലനവുമായി ന്യൂസ് 360 വീണ്ടും കാണാം.